നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-യിൽ കോസ്റ്റ് കാറ്റഗറിയും കാര്യങ്ങളും ആഡ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ മാസ്റ്ററിൽ വരെ ഇവിടെ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ കാണാം. നമ്മൾ ലെഡ്ജറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് കാറ്റഗറീൻ്റെ അണ്ടറിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോസ്റ്റ് കാറ്റഗറീൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഒറ്റ ലെഡ്ജർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അണ്ടറിൽ കോസ്റ്റ് സെൻറ്റേഴ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ ഞാൻ സാലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ വൺസ് ഞാനിത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കോസ്റ്റ് കാറ്റഗറി എന്നുള്ളതിൻ്റെ ലിസ്റ്റിൽ പോവുക. ഇവിടെ ഞാൻ സാലറി 1 നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലെഡ്ജർ നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ഇനി ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. ഞാനിവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെ അടിയിൽ നമുക്ക് സബ് സെൻറ്റേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ സബ് സെൻറ്ററിൽ ഇപ്പോൾ HR-ൽ തന്നെ 2 എംപ്ലോയി 1, അതുപോലെ തന്നെ എംപ്ലോയി 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു കോസ്റ്റ് സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. സോ വൺസ് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരാം. ട്രാൻസാക്ഷൻസിൽ നമ്മൾ വൗച്ചേഴ്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റിൽ പോയിട്ട് നമ്മളൊരു ന്യൂ പേയ്മെൻറ്റ് ആഡ് ചെയ്യുക. ഇതിലൊരു ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ടോട്ടൽ ഒരു 10,000 എന്നുള്ളൊരു എമൗണ്ട് സാലറിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോസ്റ്റ് സെൻറ്റർ, ഏതൊക്കെ കോസ്റ്റ് സെൻറ്ററിലേക്കാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു 6,000 കൊടുത്തിട്ടുണ്ട്. ഇനി എംപ്ലോയി 1 അതിലെത്രയാണ് പോയിട്ടുള്ളത് അത് കൊടുക്കുക. അതുപോലെ തന്നെ എംപ്ലോയി 2 എത്രയാണോ അതും കൊടുക്കുക. അതിനുശേഷം റിമൈനിങ് എമൗണ്ട് എത്രയാണോ ആ ഒരു 4,000 ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുത്തതിന് ശേഷം ഈ ഒരു പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലെഡ്ജറിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സാലറി എന്നുള്ള ഒരൊറ്റ റിപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കോസ്റ്റ് കാറ്റഗറി റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ റിപ്പോർട്ട്സിൽ വരെ അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലെഡ്ജർ ലിസ്റ്റിലുണ്ട്. ലെഡ്ജർ ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജറാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട്സിൽ തന്നെ കോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇതിൽ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം സാലറി 1 നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജറാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് HR-ന് എത്ര ഇത് വന്നിട്ടുണ്ട്, മാർക്കറ്റിങ്ങിൽ എത്ര ഉണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ HR-ൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയി 1-ന് എത്രയാണ് എമൗണ്ട്, എംപ്ലോയി 2-ന് എത്രയാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരൊറ്റ കാറ്റഗറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ കോസ്റ്റ് സെൻറ്ററിനെ മാത്രം കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റഗറി ഒന്ന് ഇവിടുന്ന് സെർച്ച്. ഇപ്പോൾ ഞാൻ സാലറി 1 എന്നുള്ള ആ ഒരു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HR എന്നുള്ള കോസ്റ്റ് സെൻറ്റർ എടുത്ത് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം സാലറി 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ HR-ൻ്റെ മാത്രം ഡീറ്റെയിൽസ് ഇതിവിടെ കാണിച്ചിട്ടുള്ളൂ. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ കോസ്റ്റ് കാറ്റഗറി, അതുപോലെ തന്നെ അതിൽ കോസ്റ്റ് സെൻറ്റേഴ്സും കാര്യങ്ങളും വരുമ്പോൾ പറയാനുള്ളത്.